ദുരന്തം നടന്ന് 2 വർഷം തികയുന്നതിന് മുമ്പ് വിവാദത്തിൽ മുങ്ങുകയാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവും ടൗൺഷിപ്പ് നിർമ്മാണവും. ആദ്യം ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഇഴയുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം ഉയർന്നിരുന്നു. ഉദ്ഘാടനം നിർവഹിച്ച 178 വീടുകളിൽ ഒന്നുപോലും താമസയോഗ്യമല്ല എന്നതായിരുന്നു പിന്നീട് ഉയർന്ന വിവാദം. കൈമാറാനിരിക്കുന്ന വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയതോടെ വിവാദങ്ങൾക്ക് കൂടുതൽ ചൂടുപിടിച്ചു. വയനാട് ദുരന്തം, മുണ്ടക്കൈ ചൂരൽമലയ്ക്കൊപ്പം കേരളത്തിന്റെ ഉള്ളുപൊട്ടിയ മഹാദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ ഇന്നും എല്ലാവരിലുമുണ്ട്. ദുരന്തത്തിന് പിന്നാലെ ദുരന്തബാധിതർക്ക് താമസിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടാണ് വിവാദം പുകയുന്നത്. മാർച്ച് 1 ടൗൺഷിപ്പിലെ നിർമ്മാണം പൂർത്തിയായ 178 വീടുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു. എന്നാൽ ഉദ്ഘാടനം പൂർത്തിയായി 50 ദിവസം പിന്നിട്ട ഇന്നുവരെ ഒരൊറ്റ മനുഷ്യന് പോലും ആ വീടുകളിൽ കയറി താമസിക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിർമ്മാണം പൂർത്തിയായി വരുന്ന വീടുകളിൽ വിള്ളലുകൾ കൂടി കണ്ടെത്തി എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത്. ഇതോടെ പ്രതിപക്ഷം വിവാദമേറ്റുപിടിച്ചു. ടൗൺഷിപ്പിലെ 178 വീടുകളിൽ ചിലതിൽ വിള്ളലുകൾ ഉണ്ടെന്നാരോപിച്ച പ്രതിപക്ഷം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സംഭവിച്ച നിർമ്മാണ അപാകതയെന്ന് കുറ്റപ്പെടുത്തി. പിന്നാലെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ സ്ഥലം സന്ദർശിക്കുകയും ഇത് കെട്ടിടത്തിന്റെ ബലം കുറയ്ക്കുന്ന വിള്ളലുകൾ അല്ലെന്ന് വിശദീകരിക്കുകയും ചെയ്തത്. വീടുകളിൽ കണ്ടത് വിള്ളലുകളല്ല, മറിച്ച് പരിശോധനയ്ക്കായി മാർക്കർ ഉപയോഗിച്ചു വരച്ച വരകളാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.